നേര്യമംഗലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിമാലിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേര്യമംഗലത്തേക്ക് അടിമാലി വരെ ഒരു നേര്യമംഗലം പാലം ആകാൻ പോണു. റോഡിൻ്റെയൊക്കെ അവസ്ഥ മാറിയിരിക്കുന്നു. വളരെ സുന്ദരമായ റോഡാണ്. ഹൈവേ, ഹൈ റേഞ്ച് ഹൈവേ. ആ ഡ്രൈവ് ആഗ്രഹിക്കുന്നവർക്ക് ഈ വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇന്നിപ്പോൾ ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു തിരക്കുമില്ല. വല്ലപ്പോഴും ഒരു വാഹനം വന്നാലായി, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ നേര്യമംഗലം പാലത്തിലേക്ക് അടുക്കുകയാണ്. കണ്ടോ, പാലം ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു പാലമായിരുന്നു, വളരെ നാരോ ആയിട്ടുള്ളൊരു പാലമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് മാറ്റിയിട്ട് ആ പാലം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വീതി കൂടിയ പാലം നിർമ്മിക്കാനായിട്ട് നമുക്ക് കാണാം. ആ പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതി നല്ല രീതിയിൽ അത് പുരോഗമിക്കുന്നുണ്ട്. വലിയ താമസമില്ലാതെ ആ പാലം വരും എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ ഇത് നോക്കുക, ഈ രണ്ട് വാഹനങ്ങൾക്ക് ഒരേ സമയത്ത് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാലാണ് നിലവിലുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് ഈ പാലം. അതുകൊണ്ട് തന്നെ ഇത്ര കാലം യാതൊരുവിധ അറ്റകുറ്റപ്പണിയും ഇല്ലാതെ തന്നെ അത് നിലനിന്നു എന്ന് പറയാം. അത് ഇംഗ്ലീഷുകാരുടെ മിടുക്കാണോ, ഇതുവഴി വലിയ ഭാരം കൂടിയ വാഹനങ്ങളൊന്നും പോകാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഏതായാലും ഇപ്പോൾ അതിന് സമാനമായിട്ട് നല്ല സുന്ദരമായ ഒരു പാലം, വളരെ വീതി കൂടിയ ഒരു പാലം നിർമ്മാണ പുരോഗതി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എത്രയും വേഗം അത് സഞ്ചാരയോഗ്യമാകുമെന്ന് നമുക്ക് ആശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാം. അതില്ലാതെ തന്നെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും പറയത്തക്ക വാഹനങ്ങളൊന്നും റോഡിൽ കാണുന്നില്ല. ഇതിപ്പോൾ നമ്മൾ നേര്യമംഗലം ടൗണാണ് കേട്ടോ. നേര്യമംഗലം വളരെ പ്രസിദ്ധമാണ്. ജവഹർ നവോദയ വിദ്യാലയം ഇവിടെയുണ്ട്. അതുകൂടാതെ തന്നെ നേര്യമംഗലത്താണ് നമ്മുടെ കൃഷിത്തോട്ടം, ഇപ്പോൾ സർക്കാർ മാതൃകാ കൃഷിത്തോട്ടം നേര്യമംഗലം. അതാണ്, അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എറണാകുളം ജില്ലയുടെ ഇവിടെയാണ് ഇപ്പോൾ ആകെ ഒരു ചെറിയൊരു വണ്ടി ഒന്ന് സ്പീഡ് കുറയ്ക്കേണ്ടി വന്നിട്ടുള്ളത്. നേര്യമംഗലം ജംഗ്ഷനാണിത്. ഈ ഇടതുവശത്ത് കാണുന്നത് ജവഹർ നവോദയ വിദ്യാലയമാണ്. ഉണ്ടോ, ജവഹർ നവോദയ വിദ്യാലയം എറണാകുളം ജില്ലയിലെ നവോദയ സ്ഥാപനമാണ്. അതുപോലെ തന്നെ വലതുവശത്ത് നോക്കുക, വലതുവശത്ത് ബസ് സ്റ്റാൻഡ് കാണാം. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് മാതൃകാ കൃഷിത്തോട്ടം. സംസ്ഥാന ഗവൺമെന്റിന്റെ മാതൃകാ കൃഷിത്തോട്ടമാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, എല്ലാം ഗേറ്റൊക്കെ അടച്ചു കിടക്കുകയാണ്. ജില്ലാ കൃഷിത്തോട്ടം ആണ്, മാതൃകാ കൃഷിത്തോട്ടം തന്നെയാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രൊജക്റ്റാണ്. അതും നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ ടൗൺ സ്വഭാവം മാറിയിട്ട് രണ്ട് സൈഡിലും, റോഡിന്റെ രണ്ടരികിലും മുതൽ വനം ആരംഭിക്കുകയാണ്. നല്ല വീതി കൂടിയ റോഡ് കാണാം. ഈ അടുത്തിടെ പണി കഴിപ്പിച്ചതാണ്. ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒരു കാറ് പോണ കാഴ്ചയാണ് കണ്ടത്. എതിരെ ഒരു വണ്ടി വരുന്ന കാരണം അത് ബ്രേക്ക് ചെയ്തതാണ്. ഞാനത് നേരത്തെ കണ്ടതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എൻ്റെ പുറകെ വന്ന വണ്ടിക്കാരനെ കണ്ടില്ല, അതുകൊണ്ടാണ് അവൻ ചാടി കയറിയത്. നമ്മൾ പയ്യെ പോണ ആൾക്കാരായതുകൊണ്ട് വളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉണ്ടോ. ഇത് ഇടതുവശത്തേക്ക് പോകുന്ന റോഡ് ഇടുക്കി ഡാമിലേക്കാണ്. നേരെ പോകുന്നത് കോതമംഗലം, അതുപോലെ പെരുമ്പാവൂർ, എറണാകുളം, നമ്മുടെ പഴയ എറണാകുളം മൂന്നാർ, അല്ലെങ്കിൽ ആലുവ മൂന്നാർ പഴയ വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ആ വഴി. കോതമംഗലം കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ വഴി നഷ്ടപ്പെടുന്നു. അപ്പോൾ അതുവഴി ആരും സഞ്ചരിക്കാറില്ല. ഇപ്പോൾ ദേശീയപാത, കൊച്ചി മധുര ദേശീയപാതയാണ് അതിന് ബദലായിട്ടുള്ളത്. ഇവിടെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ വീതി കുറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇത്. നമുക്ക് വലതുവശത്ത് വീതി കൂട്ടി, നല്ല രീതിയിൽ തന്നെ വീതി കൂട്ടി. ഒരു റോഡ്, ഒരു സമാന്തര റോഡ് തന്നെ അവിടെ നിർമ്മിച്ചുകൊണ്ട്. അപ്പോൾ അത്രമാത്രം വീതി കൂടും. ഇവിടെ വീതി വളരെ കുറവുള്ള ഒരു പ്രദേശമായിരുന്നു. വീണ്ടും മനോഹരമായ റോഡ് ആരംഭിക്കുന്നു.
ഈ റോഡിൽ മാർക്കിംഗ് ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞു. മേരിമംഗലത്തേക്ക് കോതമംഗലം കഴിഞ്ഞ് കയറി വരുന്ന ആദ്യത്തെ ആ കയറ്റം കയറി വരുമ്പോഴാണ്. ഇപ്പം നമ്മളത് തിരിച്ചു പോവുകയായതുകൊണ്ട് അത് ഇറക്കമായിട്ടാണ് അനുഭവപ്പെടുന്നത്. നോക്കുക, പ്രകൃതി അതിൻ്റെ മനോഹാരിത എല്ലാ അർത്ഥത്തിലും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരിടം പോലെ നമുക്ക് തോന്നും. മനോഹരമായ ഒരു വാലി, ഒരു താഴ്വര, അഗാധമായ ഒരു കൊക്കയൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിലും റോഡ് ഇടിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മണ്ണിടിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി റോഡിൻ്റെ രണ്ട് വശങ്ങളിലും നന്നായി തന്നെ ഒരു വാർക്കയാണ് കൊണ്ടൊരു മതില് പോലെ കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വെള്ളം ഒഴുകാനായിട്ട് നല്ല ഓടയുണ്ട്. ഇതൊക്കെ ഈ റോഡ് നന്നായി കിടക്കാനുള്ള കുറച്ച് ദൂരം നമുക്ക് തെളിഞ്ഞു കിട്ടുന്നുണ്ട്. വണ്ടിയൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഓവർടേക്കിംഗ് വേണ്ടാന്ന് വെച്ചു. നല്ലൊരു ഇറക്കാണ്. ഇവിടുന്ന് മറ്റൊരു കാറ് കൂടി കയറി വരുന്നതുകൊണ്ട് വീണ്ടും ഓവർടേക്കിംഗ് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ഓവർടേക്ക് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. വഴിയരികില് സ്ഥാനാർത്ഥികൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഒരു ഹണി മ്യൂസിയം എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ട്. എന്താ അവിടെ ഉദ്ദേശിക്കാൻ അറിയില്ല. എന്തായാലും ഹണി മ്യൂസിയം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തേനുകളുടെ ശേഖരമായിരിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന തേൻ വിവിധ രുചികളിലായിരിക്കുമല്ലോ. അതാണോ അവർ ഉദ്ദേശിക്കാൻ അറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ വൻതേനും ചെറുതേനും ഉണ്ട്. രണ്ടിനും രണ്ട് രുചിയാണ്, രണ്ടിനും രണ്ട് ഗുണങ്ങളാണ്. വൻതേൻ്റെ വിലയ്ക്ക് ചെറുതേൻ കിട്ടില്ല. അതുപോലെ തന്നെ വൻതേൻ ഉൽപ്പാദിപ്പിക്കുന്ന പോലെ ചെറുതേൻ ഉൽപ്പാദിപ്പിക്കാനും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് അതേപോലെ തന്നെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തേനീച്ചകളുടെ ശേഖരമായിട്ടുള്ള തേൻ. അതിന് വിവിധ രുചി ആയിരിക്കും, വിവിധ തരം ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഹണി മ്യൂസിയം എന്ന് വിചാരിക്കുന്നു. എന്താണ് അവിടെ പോയി നോക്കിയിട്ടില്ല. അതിൽ നല്ല കൊള്ളാവുന്ന റോഡാണ്. ഒരു ഡ്രൈവ് പോകാൻ എന്തുകൊണ്ടും കൊള്ളാം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് കാര്യമായ തിരക്കൊന്നുമില്ല റോഡിൽ.